ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എളുപ്പത്തിൽ ഒരാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് ചിക്കൻ ഇവിടെ കഴുകി ഉപ്പും മഞ്ഞളും തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇത് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ബിഗിനേഴ്സിന്, ബാച്ചിലേഴ്സിന് കിട്ടുന്നതൊക്കെ ഇട്ടോ നിങ്ങൾ. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു പകുതി വറവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബോള, പച്ചമുളക്, കറിവേപ്പില ഇതാണ് ഒന്നിച്ചിട്ട് നമ്മൾ ഇടാം. വലിയ ഫോർമാലിറ്റി ഒന്നും നോക്കണ്ട, നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഇതൊക്കെ ഒരുവിധം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. നമുക്ക് ഒരു 3/4 കിലോ, 1 കിലോൻ്റെ അടുത്തുള്ള കഷ്ടി 1 കിലോ ഉള്ളു. പകുതി ഞാൻ 2.5 കിലോൻ്റെ ചിക്കനാണ് വാങ്ങിയത്. പകുതി നാളെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് 2.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുണ്ട്. 1 സ്പൂണ് നിറച്ച് മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലരച്ച അവസാനം മസാലപ്പൊടി ഇടും കേട്ടോ. ഇപ്പോൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണക്ക പോവും. ഇത് കോഴിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഇടാം. അത് ഫ്രൈ ആയി നല്ല മണം വരുന്നുണ്ട്. അധികം കരിക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ച കോഴി ഇട്ട് ഇതിവിടെ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്പൂണ് വീട്ടിലരച്ച മസാലപ്പൊടി ഇടാം. ഇനിയും നമുക്കൊന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ നമുക്കത് നല്ല മസാലപ്പൊടി ഇട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇത് വേവാൻ തുള്ളി വെള്ളം മതി. ഇതിന്ന് വെള്ളം ഇറങ്ങും വേണ്ട. ഒരു തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തത്. ഇപ്പോൾ നമ്മുടെ 10 മിനിറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് എടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കാൻ. അപ്പോൾ ബിഗിനേഴ്സും എല്ലാവരും ആ ചിക്കൻ വയ്ക്കാൻ അറിയാത്തവരൊക്കെ ഇത് കണ്ടിട്ട് ഇതുമാതിരി ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.